സങ്കീർത്തനങ്ങൾ അധ്യായം 89. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ഞാൻ കർത്താവിന്റെ കൃപയെക്കുറിച്ച് എന്നേക്കും പാടും. ഞാൻ എൻ്റെ വായ് കൊണ്ട് തന്റെ വിശ്വസ്തതയെ തലമുറ തലമുറ വരെയും അറിയിക്കും. എന്തെന്നാൽ കൃപയാൽ ലോകം പണിയപ്പെടുമെന്നും നിന്റെ വിശ്വസ്തതയെ സ്വർഗം സ്ഥിരപ്പെടുത്തുമെന്നും നീ അരുളി ചെയ്തു. ഞാൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനോട് ഒരു ഉഭയസമ്മതം ചെയ്തു. എൻ്റെ ദാസനായ ദാവീദിനോടാണയിട്ടു. ഞാൻ നിന്റെ സന്തതിയെ എന്നേക്കും സ്ഥിരപ്പെടുത്തി നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറ വരെയും പണിതുറപ്പിക്കും. കർത്താവേ, സ്വർഗങ്ങൾ നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയെയും ഏറ്റുപറയും. സ്വർഗങ്ങളുടെ സ്വർഗങ്ങളിൽ കർത്താവിനോട് സമൻ ആര്? മാലാഖമാരുടെ ഇടയിൽ കർത്താവിനോട് സദൃശ്യൻ ആര്? ദൈവം ശുദ്ധിമാന്മാരുടെ സഭയിൽ നിന്നു താൻ വലിയവനും തനിക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ഭയങ്കരനുമാകുന്നു. ബലവാനായ ദൈവം തമ്പുരാനെ, നിന്നെ പോലെ ശക്തിയുള്ളവൻ ആരാകുന്നു? നിന്റെ വിശ്വസ്തത നിന്റെ ചുറ്റുമുണ്ട്. നീ സമുദ്രത്തിൽ പ്രാബല്യത്തെ ഭരിക്കുന്നു. അതിൻ്റെ തിരകളുടെ കോപം നീ അടയ്ക്കുന്നു. നീ നിഗളികളെ മരിച്ചവരെ പോലെ താഴ്ത്തുന്നു. നിന്റെ ശത്രുക്കളെ നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് ചിതറിക്കുന്നു. ആകാശങ്ങൾ നിനക്കുള്ളതാകുന്നു, ഭൂമിയും നിനക്കുള്ളതാകുന്നു. ഭൂലോകത്തെ അതിൻ്റെ പരിപൂർണതയോടെ നീ സ്ഥാപിച്ചു. വടക്കും തെക്കും നീ നിർമ്മിച്ചു. ആബോറും ഹെർമോനും നിന്റെ തിരുനാമം സ്തുതിക്കും. ഭുജം നിനക്കുള്ളതും ബലവും നിനക്കുള്ളത്. നിന്റെ വലങ്കൈ ഉന്നതപ്പെടുകയും ചെയ്യും. നീതിന്യായവും കൊണ്ട് നിന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. കൃപയും സത്യവും നിമിത്തം അവർ തിരുമുമ്പാകെ വന്നെത്തും. നിന്റെ മഹത്വങ്ങൾ അറിയുന്ന ജനത്തിന് ഭാഗ്യം. കർത്താവേ, അവർ തിരുമുഖ പ്രകാശത്തിൽ നടക്കും. അവർ നിത്യവും നിന്റെ തിരുനാമത്തിൽ അന്വേഷിച്ചു നിന്റെ നീതിയിൽ ഉയർന്നു വരും. എന്തെന്നാൽ നീ ഞങ്ങളുടെ ശക്തിയുടെ മഹത്വമാകുന്നു. തിരുവിഷ്ടത്താൽ ഞങ്ങളുടെ കൊമ്പുയരും. കർത്താവ് ഞങ്ങളുടെ ശരണവും ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഞങ്ങളുടെ രാജാവുമാകുന്നു. അപ്പോൾ ദർശനങ്ങളിൽ തന്റെ നീതിമാന്മാരോട് താൻ സംസാരിച്ചു. ഞാൻ മനുഷ്യന് സഹായം നിയമിക്കുകയും ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനെ ഉയർത്തുകയും ചെയ്തു എന്നരുളി ചെയ്തു. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനെ സഹായിച്ചു. എൻ്റെ ഭുജം അവനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അവന്റെ ശത്രുവിന് യാതൊരു ഗുണവും ലഭിച്ചില്ല. ദോഷിയുടെ പുത്രൻ അവനെ കീഴടക്കിയുമില്ല. ഞാൻ അവന്റെ ശത്രുക്കളെ അവന്റെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചവനെ പകയ്ക്കുന്നവരെ ഛിന്ന ഭിന്നമാക്കും. എൻ്റെ വിശ്വസ്തതയും എൻ്റെ കൃപയും അവനോട് കൂടിയിരിക്കും. എൻ്റെ നാമത്തിൽ അവന്റെ കൊമ്പുയരുകയും ചെയ്യും. അവന്റെ കൈ സമുദ്രത്തിന്മേലും അവന്റെ വലം കൈ നദികളിന്മേലും ഞാൻ വയ്ക്കും. അവൻ എന്നെ എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ ബലമുള്ള രക്ഷകനും എന്ന് വിളിക്കും. വിശേഷിച്ചും ഞാൻ അവനെ ആദിജാതനാക്കുകയും ഭൂരാജാക്കന്മാരുടെ മേലുയർത്തുകയും ചെയ്യും. ഞാൻ എൻ്റെ കൃപയെ അവനായി എന്നേക്കും സൂക്ഷിക്കും. എൻ്റെ ഉഭയസമ്മതം അവൻ മൂലം സ്ഥിരമായിരിക്കും.
ഞാൻ അവന്റെ സന്തതിയെ എന്നേക്കും സ്ഥിരപ്പെടുത്തും. അവന്റെ സിംഹാസനം ആകാശമുള്ള കാലത്തോളം നിലനിർത്തുകയും ചെയ്യും. അവന്റെ പുത്രന്മാർ എന്റെ വേദപ്രമാണം ഉപേക്ഷിക്കുകയും എന്റെ കൽപ്പനകളിൽ പ്രകാരം നടക്കാതെയും ഇരുന്നാൽ അവരുടെ അന്യായത്തിന് വടികൊണ്ടും അവരുടെ പാപങ്ങൾക്ക് ദണ്ഡനം കൊണ്ടും ഞാൻ ശിക്ഷ കൽപ്പിക്കും. എന്നാലും എന്റെ കൃപയെ ഞാൻ അവനിൽ നിന്ന് നീക്കിക്കളയുകയുമില്ല. എന്റെ വിശ്വസ്തതയ്ക്ക് ഞാൻ ഭംഗം വരുത്തുകയുമില്ല. ഞാൻ എന്റെ ഉഭയസമ്മതം ലംഘിക്കുകയില്ല. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടത് വ്യത്യാസപ്പെടുത്തുകയുമില്ല. ഞാൻ എന്റെ വിശുദ്ധിയിൽ ദാവീദിനോട് ഒരാണയിട്ടിട്ടുണ്ട്. ഞാൻ വ്യാജം പറയുകയില്ല. അവന്റെ സന്തതി എന്നേക്കും അവന്റെ സിംഹാസനം എന്റെ മുമ്പാകെ സൂര്യൻ ഉള്ളിടത്തോളവും ഇരിക്കും. അത് ആകാശത്തിൽ വിശ്വസ്ത സാക്ഷിയായി നിൽക്കുന്ന ചന്ദ്രൻ ഉള്ളിടത്തോളം ഇരിക്കും. എന്നാൽ നീ എന്നെ മറന്നു നിരസിച്ചു, നിന്റെ അഭിഷിക്തനിൽ നിന്ന് തിരുമുഖം തിരിച്ചു. നീ നിന്റെ ദാസനോടുള്ള ഉഭയസമ്മതം നിരസിച്ചു. അവന്റെ കിരീടം നിലത്തിട്ടു, അവന്റെ വേലി പൊളിച്ചു, അവന്റെ കോട്ടകൾ ഇടിച്ചു കളഞ്ഞു. വഴിയെ പോകുന്നവർ അവനെ ചവിട്ടി, അവൻ അവന്റെ അയൽക്കാർക്ക് തിന്മയായി തീർന്നു. നീ അവന്റെ ശത്രുക്കളുടെ വലങ്കൈ ഉയർത്തി അവനെ വെറുക്കുന്ന എല്ലാവരെയും സന്തോഷിപ്പിച്ചു. നീ അവന്റെ വാളിന്റെ വായ്ത്തലയ മടക്കി, യുദ്ധത്തിൽ അവനെ സഹായിച്ചില്ല. നീ അവന്റെ ജയവീരന്മാരെ നിർമൂലമാക്കി, അവന്റെ സിംഹാസനം നിലത്തേക്ക് തള്ളിയിട്ടു. നീ അവന്റെ യൗവന ദിവസങ്ങളെ ചുരുക്കി, നീ അവനെ ലജ്ജ ധരിപ്പിച്ചു. കർത്താവേ, നീ നിത്യമായി കോപിക്കുന്നതും നിന്റെ കോപം അഗ്നി പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം! നീ ലജ്ജാവസ്ഥയിൽ എന്നെ ഓർക്കണമേ. എന്തെന്നാൽ നീ യാതൊരു മനുഷ്യനെയും വൃഥാ സൃഷ്ടിച്ചില്ലല്ലോ. ജീവനുള്ളവരിൽ മരണം കാണാതിരിക്കുകയും സ്വന്തം പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആര്? കർത്താവേ, നീ വിശ്വസ്തയോടെ ദാവീദിനോട് ആണയിട്ടിട്ടുള്ള നിന്റെ പൂർവകൃപ എവിടെ? കർത്താവേ, അടിയനോടുള്ള നിന്ന ഓർക്കണമേ. ജാതികളുടെ സകല നിന്നയും എൻ്റെ ആയുഷ്കാലത്തിൽ ഞാൻ അനുഭവിച്ചുവല്ലോ. കർത്താവേ, നിന്റെ ശത്രുക്കൾ എന്നെ നിന്ദിച്ചു, നിന്റെ അഭിഷിക്തന്റെ കാലടികളെയും നിന്ദിച്ചു. കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ആമീൻ, ആമീൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ